നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറാണ്. സഖാവ് എന്ന വാക്ക് ഒരു അടയാള വാക്യമാണ്. ജനങ്ങൾ ആ അടയാളം തിരിച്ചറിയാതിരിക്കുമ്പോഴെല്ലാം ഇടതുപക്ഷം, പ്രത്യേകിച്ച് CPM ആത്മപരിശോധന നടത്താറുണ്ട്. ഭരണത്തിലിരിക്കുമ്പോൾ കടന്നുപോയ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ജനം മറുകരയിൽ നിന്നതിന്റെ കാരണം പരിശോധിച്ചെങ്കിലും പരിഹാരം കണ്ടെത്താനായില്ലെന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പറയുന്നു. അവസാനം കിട്ടിയ തിരിച്ചടിയുടെ വിലയിരുത്തലുകളും നടന്നു കഴിഞ്ഞു. മുൻ തോൽവികളുടെ കാരണങ്ങൾ അതിലും ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ കാരണങ്ങൾ എന്തുകൊണ്ട് പരിഹരിക്കപ്പെടുന്നില്ല എന്ന് പറയുന്നുമില്ല. അതാതുകാലത്തെ തെരഞ്ഞെടുപ്പുകളിലല്ല, ജനജീവിതത്തിന്റെ ആവശ്യ തെരഞ്ഞെടുപ്പുകളിൽ ഇടം നേടുമ്പോഴാണ് ഒരു രാഷ്ട്രീയ പാർട്ടി കാലാതീതമാവുന്നത്. ആശയദാർഢ്യവും സംഘടന സംവിധാനവുമായിരുന്നു ഇതിൽ CPMന്റെ കൈമുതൽ. എന്നാൽ അതേ സംഘടനാ സംവിധാനത്തിലെ ദൗർബല്യങ്ങൾ ഇന്ന് കൂടുതൽ പ്രകടമാവുകയാണ്. പ്രാദേശിക ജനതയുടെ മനസ്സറിയുന്ന പ്രവർത്തകരായിരുന്നു CPMന്റെ കരുത്ത്. ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റികൾ അണികളോ അനുഭാവികളോ അല്ലാത്തവരുടെ പോലും ജീവിതസന്ധികളിൽ കൃത്യമായ ഇടപെടൽ നടത്തിയിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾക്കിടയിൽ കീഴ്ഘടകങ്ങൾ താരതമ്യേന ദുർബലമായി. ജനങ്ങളിലേക്ക് ഇറങ്ങിയിരുന്ന അതിന്റെ വേരുകൾക്ക് ശക്തി കുറഞ്ഞു. അതേസമയം പാർട്ടിയുടെ മുകൾ തട്ടിലോ ഭരണത്തിലോ കീഴ്ഘടകങ്ങൾക്ക് വലിയ പങ്കില്ലാതെയുമായി. ഏരിയ കമ്മിറ്റികൾ ജില്ലാ സംസ്ഥാന നേതൃത്വത്തിന് കത്തുകൊടുക്കാം എന്നതിനപ്പുറം അധികാരമില്ലാത്ത സമിതികളായി. വിട്ടുവീഴ്ചകൾ ചർച്ചകളുടെ മൂർച്ചയും തീർച്ചയും കുറച്ചു. അവ ഉപരിവിപ്ലവമായി. ജില്ലാ കമ്മിറ്റികളിൽ ചിലയിടത്തെങ്കിലും അദൃശ്യ വിഭാഗതയുണ്ട്. ചിലയിടത്ത് കോക്കാസുകൾ കമ്മിറ്റികൾ കൈയാളുന്നു. സംസ്ഥാന നേതൃത്വത്തിന്റെ ആശീർവാദമുള്ളവർക്ക് കമ്മിറ്റികളിൽ മുൻതൂക്കം കിട്ടുന്നത് ഒരു രീതിയായി. സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നാകട്ടെ ആദർശ രാഷ്ട്രീയ കൈമുതലാക്കിയ പഴയ തലമുറ ഏറെക്കുറെ അപ്രത്യക്ഷമായി. എല്ലാ കമ്മിറ്റിയിൽ നിന്നും പ്രായപരിധി അടിസ്ഥാനത്തിൽ 1ാം തലമുറയെ മാറ്റിയപ്പോൾ കടന്നുവരേണ്ടിയിരുന്ന 2ാം തലമുറ നേതൃത്വത്തിൽ എത്തിയതുമില്ല. ചിലരെ പരിഗണിച്ചില്ല, ചിലർ മാറി നിന്നു, ചിലർ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ സുഖം കണ്ടു. 3ാം തലമുറയിലെ പലരും ഏരിയ കമ്മിറ്റികൾക്കപ്പുറം വളർന്നില്ല. അവരിൽ വലിയൊരു വിഭാഗം 80കളിലെയും 90കളിലെയും സമര സാഹചര്യങ്ങളിൽ നിന്ന് കയറി വന്നവരായിരുന്നു. അവർ നേതൃത്വത്തിലേക്ക് എത്തിയിരുന്നത് പാർട്ടിയുടെ പ്രക്ഷോഭമുഖം ഇല്ലാതാക്കി. ഇപ്പോൾ പല കമ്മിറ്റിയിലുമുള്ള അംഗങ്ങൾ കഴിഞ്ഞ 10 വർഷത്തെ ഭരണകാലത്ത് കമ്മിറ്റികളിൽ കരുത്താർജിച്ചവരാണ്. അവർക്ക് സമരമല്ല, ഭരണമാണ് പരിചയം. ഓരോ ജില്ലയിലെയും കണക്കെടുത്താൽ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നേതൃത്വത്തിൽ നിന്ന് മാറി നിൽക്കുന്നവരേറെയുണ്ട്. പാർട്ടിയുടെ ജനകീയ മുഖമായിരുന്ന നേതാക്കളാണ് ഇതിലേറെയും. നേതൃത്വത്തോടുള്ള വിയോജിപ്പിലേറെ പാർട്ടി അടവു നയങ്ങൾ പലതും ഇടതുപക്ഷ വ്യതിയാനത്തിലേക്ക് വഴി തുറന്നതിലുള്ള അസ്വസ്ഥതയാണ് അവർ പങ്കുവച്ചത്. പാർട്ടിയെ ഉൾക്കൊള്ളാനാവാതെ പിണങ്ങിപ്പിരിഞ്ഞവരുമുണ്ട്. വേണ്ടവരാര് വേണ്ടാത്തവരാര് എന്ന പരിശോധന കൃത്യമായി നടന്നില്ല. പിടിച്ചു നിർത്തേണ്ടവരെ പിടിച്ചു നിർത്താനും പറഞ്ഞുവിടേണ്ടവരെ പറഞ്ഞുവിടാനുമുള്ള പരിശ്രമങ്ങളും കാര്യമായി ഉണ്ടായില്ല. ഐഷ പോറ്റിയെ പോലെ പാർട്ടി വഴി 20 വർഷം അധികാരത്തിലിരുന്നയാൾ വിട്ടുപോയത് പാർട്ടിയുടെ പോരായ്മയിലാണോ, കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്ന പ്രതീക്ഷയിലാണോ എന്ന് ആത്മാർത്ഥമായി വിലയിരുത്തേണ്ടതുണ്ട്. സംഘടനയെ അടിമുടി പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന വേദിയായിരുന്നു പണ്ട് പാർട്ടി സമ്മേളനങ്ങൾ. ബ്രാഞ്ച് സമ്മേളനം മുതൽ പാർട്ടി കോൺഗ്രസ് വരെ വിട്ടുവീഴ്ചയില്ലാത്ത പാർട്ടിയെ നവീകരിക്കാനുള്ള ചർച്ചകളുണ്ടായിരുന്നു. പാതിരാത്രി വരെ ചർച്ചകളും നീളും. എന്നാൽ ഇത്തവണ പലയിടത്തും സമ്മേളനം വൈകിട്ട് പിരിഞ്ഞു. ചർച്ചകൾ കുറവായിരുന്നു. പറയാനുള്ളവർ പറയാൻ മടിച്ചു. മേൽക്കമ്മിറ്റിയിൽ നിന്ന് പ്രതിനിധിക്ക് ഏതെങ്കിലും തരത്തിൽ അപ്രിയമായേക്കാവുന്ന വിമർശനങ്ങൾ കാര്യമായി ഉണ്ടായില്ല. 1ാം പിണറായി സർക്കാരിൽ നിന്നും 2ാം പിണറായി സർക്കാരിലേക്ക് എത്തിയ ശേഷം കേരളത്തിലെ CPMനുണ്ടായ ഒരു പ്രധാന മാറ്റം കോടിയേരി ബാലകൃഷ്ണൻ എന്ന ബഹുജന നേതാവിന് പകരം വെക്കാവുന്ന ഒരു പാർട്ടി സെക്രട്ടറി ഉണ്ടായില്ല എന്നതാണ്. കോടിയേരി ബാലകൃഷ്ണനുണ്ടായിരുന്ന ജനകീയതയും നയതന്ത്രജ്ഞതയും പുറത്തെടുക്കാൻ പുതിയ നേതൃത്വത്തിനാവുന്നില്ല എന്നാണ് സമീപകാല സംഭവങ്ങൾ കാണിക്കുന്നത്. പാർട്ടിക്കുള്ളിൽ പാർട്ടി ഭാഷ സംസാരിക്കുകയും ജനങ്ങളോട് ലളിതമായി ആശയവിനിമയം നടത്തുകയും വേണം. എന്നാൽ പാർട്ടി സെക്രട്ടറിയുടെ പത്രസമ്മേളനങ്ങൾ പോലും മറ്റൊരു പാർട്ടി ക്ലാസ് പോലെയാണ് മാധ്യമങ്ങൾക്ക് അനുഭവപ്പെട്ടത്. പാർട്ടിയുടെ കാഴ്ചപ്പാടുകളും നിലപാടുകളും പറയുന്നതിന് പകരം എതിർ പാർട്ടികളെയും മാധ്യമങ്ങളെയും പ്രതിരോധിക്കാൻ അദ്ദേഹം ഏറെ സമയം ചെലവഴിച്ചു. തെരഞ്ഞെടുപ്പിൽ എതിർ പ്രചാരണങ്ങളെ നേരിടാനും ചിലതെല്ലാം അനുകൂലമാക്കാനുമുള്ള വൈദഗ്ധ്യം കോടിയേരിക്കുണ്ടായിരുന്നു. വിവേകശാലിയും സൗമ്യനുമായ അങ്ങനെയൊരു ക്രൗഡ് പുള്ളർ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ CPMനുണ്ടായില്ലെന്നതാണ് സത്യം. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എല്ലാ തെരഞ്ഞെടുപ്പിലും പാർട്ടിയുടെ വോട്ട് കണക്കെടുപ്പിൽ പിഴവുണ്ടായി. 2 ലോക്സഭാ തെരഞ്ഞെടുപ്പും ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പും പാർട്ടിയുടെ കണക്കു തെറ്റിച്ചു. ഇതിനിടെ വിജയിച്ച 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും കണക്കെടുപ്പ് തെറ്റായിരുന്നു. മുന്നണിക്ക് 99 സീറ്റുകൾ പാർട്ടിയുടെ കണക്കിലുണ്ടായിരുന്നില്ല.
10 വർഷം മുൻപുള്ള ധാരണകൾ വെച്ചാണ് ഇപ്പോഴും ഉറപ്പുള്ള വോട്ടുകൾ കണക്കാക്കുന്നത്. ആ ഉറപ്പിൽ നിന്ന് ജനങ്ങൾ മാറിപ്പോയിരുന്നത് പാർട്ടി അറിഞ്ഞില്ല. പാർട്ടിയും ജനങ്ങളും തമ്മിലുള്ള അതിശക്തമായ ഹൃദയബന്ധമായിരുന്നു സംഘടനയ്ക്ക് ജനമനസ്സറിയാനുള്ള ശക്തി നൽകിയിരുന്നത്. അതിൽ വീണ വിള്ളലുകൾ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് നടത്തിയ വാർഡ് പുനർനിർണയം പാർട്ടിക്ക് അനുകൂലമാകുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ ആ പ്രതീക്ഷ തെറ്റിയതിനു പിന്നിൽ കിട്ടുന്ന വോട്ട് കണക്ക് കൂട്ടിയതിൽ വന്ന തെറ്റുണ്ട്. പാർട്ടി അനുകൂലികൾ കൂടുതലുള്ള പ്രദേശം ചേരുമ്പോൾ മുൻപ് ജയസാധ്യതയില്ലായിരുന്ന ചില വാർഡുകൾ വിജയിക്കാനാകുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ അനുകൂല പ്രദേശത്തെ വോട്ടുകൾ പലതും പല കാരണങ്ങളാൽ പ്രതികൂലമായി മാറിയിരുന്നു. അതോടെ വാർഡ് വിഭജനം വലിയ ഗുണം ചെയ്തില്ലെന്ന് മാത്രമല്ല, പലയിടത്തും തിരിച്ചടിയാകുകയും ചെയ്തു. ഇതിനെല്ലാം ഒപ്പം ഇടതുപക്ഷത്തെ കേരളത്തിന്റെ ഉറപ്പായി കണ്ട പല ഘടകങ്ങളിലും കടന്നുകയറ്റമുണ്ടായി. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ വീഡിയോയുടെ 2ാം പാർട്ടിനായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് സ്ട്രൈക്ക് ടോക്ക് സൈനിങ് ഓഫ്.